ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നൊരു ശംഖുപുഷ്പ മോർണിംഗ് ആണ് കേട്ടോ. നമ്മളുടെ തൊടിയിൽ നിറയെ ശംഖുപുഷ്പം ഉണ്ടായി നിൽക്കുകയാണ്. അത് ഒരു വലിയ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയിൽ നിറയെ സീഡ്സ് താഴെ വീണ് പുല്ല് പോലെ, അതായത് അതുപോലെ ശംഖുപുഷ്പമാണ് കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഗാർഡനിൽ വളർത്തുന്നുണ്ടെങ്കിലും ഒരുപാട് മെഡിസിനൽ വാല്യൂ ഉള്ളൊരു പ്ലാന്റ് കൂടിയാണ് കേട്ടോ. ഒരുപാട് യൂസസ് ഉണ്ട്. എനിക്കതിൻ്റെ കറക്റ്റായിട്ടൊന്നും അറിയത്തില്ല, പക്ഷെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. നമ്മളിത് ശരിക്കും പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത്, നമ്മൾ വീട്ടിൽ ടീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലവർ യൂസ് ചെയ്യും. പിന്നെ ഇതിങ്ങനെ എക്സ്ട്രാക്ട് ചെയ്ത് വെച്ചിരുന്നാൽ, ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ലൈം ഉണ്ടാക്കുമ്പോഴത്തേക്കും യൂസ് ചെയ്യാൻ പറ്റും. നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു ദിവസം ആ വീഡിയോ ഷെയർ ചെയ്യാൻ കേട്ടോ. അതുപോലെ തന്നെ നമ്മളിവിടെ ഒരു ഗാർഡൻ ഉണ്ടാക്കാനുള്ള പ്ലാനിങ് ആണ്. അതുകൊണ്ടാണ് നമുക്കിപ്പം ഇതൊക്കെ പറിച്ച് മാറ്റേണ്ട വന്നത്. പിന്നെ കാട് കയറി കിടന്നാലും എഴുജന്തുക്കളൊക്കെ കയറിയാലും അറിയില്ലല്ലോ. അപ്പോൾ ഇന്ന് രാവിലത്തെ പരിപാടി ശംഖുപുഷ്പത്തിനെ എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഞാൻ ഇതിനെ കുറേ എണ്ണത്തിനെ പറിച്ചൊരു കുടത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, വെള്ളം ഒഴിച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യാമല്ലോ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.